ഇത് ഗോപി തലാബ്. ഓഖയിൽ നിന്ന് മേരൂർഡ ഗ്രാമത്തിലെത്തിയാൽ അവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഗോപി താലാബ്. ഇതൊരു ഗ്രാമീണ സരോവരമാണ്. ഈ തടാകത്തിലെ മഞ്ഞ നിറമുള്ള മണ്ണാണ് ഗോപീചന്ദനം. ഈ സരോവരത്തിൽ ശ്രീകൃഷ്ണനും ഗോപികമാരും നീരാടിയതായി പറയപ്പെടുന്നു. അഹമ്മദാബാദിലെ വൈഷ്ണവദേവി ക്ഷേത്രമാണിത്. ഇതാണ് പാണ്ഡവ ഗുഹ. വനവാസകാലത്ത് പാണ്ഡവർ ഒളിച്ചു താമസിച്ച സ്ഥലമാണിത്. ഇതാണ് രുക്മിണി ക്ഷേത്രം. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ, മഴവില്ലിൻ ചിറകേറി കളിയാടി നീ എന്നും പൊന്നോട കുഴലുമായോടിയെത്തു കൃഷ്ണ, ഗാനമമ്പനമാല കോർത്തൊരുക്കൂ. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ, മലയാള ഭാഷ തൻ താമര പൊയ്കയിൽ വിടരാൻ വിതുമ്പും കവിഹൃദയം. മലയാള ഭാഷ തൻ താമര പൊയ്കയിൽ വിടരാൻ വിതുമ്പും കവിഹൃദയം. ആ മൃദുകമലം വിരിയിക്കുന്നൊരു ഉദയ സൂര്യൻ നീയാകൂ കൃഷ്ണ, ഉദയ സൂര്യൻ നീയാകൂ. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ, മധുരോദാരമാം വാക്കുകളാലേ കവിതതൻ നറും പാലൊഴുകുമ്പോ, മധുരോദാരമാം വാക്കുകളാലേ കവിതതൻ നറും പാലൊഴുകുമ്പോൾ, ഒരു പാലാഴിവിടെ ഉയരുമ്പോൾ ആ പാൽക്കടലിൽ നീ ചെറുചിരിയോടെ 1000 നാവാൽ നീന്തുന്നു കൃഷ്ണ, 1000 നാവാൽ നീന്തുന്നു. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ, മഴവില്ലിൻ ചിറകേറി കളിയാടി നീ എന്നും പൊന്നോട കുഴലുമായോടിയെത്തു കൃഷ്ണ, ഗാനമമ്പനമാല കോർത്തൊരുക്കൂ. പൂന്താന കവിതയിൽ പുഞ്ചിരി തൂകുന്ന പൂമാതിൻ തോഴനാം പൂന്തിങ്കളെ. പോർബന്ദർ. ഇതാണ് സുധമാപുരി.
ശ്രീകൃഷ്ണ ഭഗവാന്റെ സതീർത്ഥ്യനും വലിയ ഭഗവത് ഭക്തനും ബ്രഹ്മജ്ഞാനിയുമായിരുന്ന കുചേലന്റെ ജന്മഭൂമിയാണ് സുധമാപുരി, ഇപ്പോഴത്തെ പോർബന്ദർ. സുധമാക്ഷേത്രം പട്ടണത്തിൽ നിന്ന് അല്പം വെളിയിലായിട്ടാണ്. ഇതിൽ സുധാമാവിൻ്റെയും പത്നിയുടെയും പ്രതിമകളുണ്ട്. അടുത്തുതന്നെ ജഗന്നാഥ ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിന് വെളിയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു. ഇതിലൂടെ നടന്നാൽ സകല പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ഇതാണ് പ്രഭാസം. ഇവിടെ വച്ച് മരണമടയുന്നവർക്ക് സ്വർഗപ്രാപ്തി സിദ്ധിക്കുന്നു. പ്രഭാസത്തിനും പുറത്തുള്ള സമുദ്രം അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നു. ഇവിടെ സ്നാനം ചെയ്താൽ അതിന് കിഴക്കുള്ള ത്രിവേണിയിലും സ്നാനം ചെയ്യണം. നഗരത്തിൽ നിന്ന് ഇവിടേക്ക് 1 കിലോമീറ്റർ ദൂരമുണ്ട്. നഗരത്തിന് കിഴക്കുള്ള കപിലാ നദി സരസ്വതി നദിയിലും, സരസ്വതി നദി ഹിരണ്യനദിയിലും, ഹിരണ്യനദി സമുദ്രത്തിലും എത്തിച്ചേരുന്നു. ഇതാണ് പ്രവാസി തീർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽവെള്ളയിൽ വേടന്റെ അമ്പുകൊണ്ട് മുറിവേറ്റപ്പോൾ ആ തൃപ്പാദങ്ങൾ ഇവിടെ വന്നാണ് കഴുകിയത്. ആ പാപരക്തം കഴുകിക്കളഞ്ഞ സ്ഥലത്ത് സ്നാനം ചെയ്താൽ സകല പാപങ്ങളും തീരുമെന്നാണ് സങ്കല്പം. ഇതാണ് ഭാലകതീർത്ഥം. ഈ വൃക്ഷച്ചുവട്ടിലിരിക്കുമ്പോഴാണ് ഭഗവാൻ കൃഷ്ണന്റെ പാദത്തിൽ വേടന്റെ ബാണം തറയ്ക്കുന്നത്. ഈ സ്ഥലത്തു വച്ചാണ് കൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതാണ് യാദവസ്ഥലി. ഹിരണ്യ നദീതീരത്താണ് ഈ സ്ഥലം. യാദവ വംശം അന്യോന്യം കലഹിച്ച് മരിച്ചത് ഇവിടെ വച്ചാണ്. ഇതാണ് ബാണതീർത്ഥം. ഇവിടെ ശശിഭൂഷണ ശിവന്റെ ക്ഷേത്രമുണ്ട്. ബാണതീർത്ഥത്തിന് 4 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാലൂപുര ഗ്രാമത്തിലാണ് ഭാലകതീർത്ഥം. ഇതിനടുത്തു തന്നെ മോക്ഷശ്വത്ഥത്തിന് ചുവട്ടിൽ ഭാലേശ്വര ക്ഷേത്രവുമുണ്ട്. ഇവിടെ നിന്നാണ് ജര എന്ന വേടൻ ശ്രീകൃഷ്ണപാദത്തിൽ അമ്പയച്ചത്. അതിപുരാതനവും പുരാണപ്രസിദ്ധവുമായ തീർത്ഥമാണ് പ്രഭാസം. യാദവ വംശം നശിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ അവരോട് പ്രഭാസത്തിൽ പോകാൻ ആജ്ഞാപിച്ചു. യാദവ വംശത്തിൻ്റെ അന്ത്യം ഇവിടെ വച്ചാണ് സംഭവിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ഇവിടെ വച്ചാണ് സ്വധാമത്തിലേക്ക് യാത്രയായത്. സനാതന സത്യമൊന്നേ ഹരി നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ആദി ചൈതന്യമായ ആനന്ദരൂപമായി മായാമയൻ ഹരി നാരായണ. നിത്യദയായ പ്രപഞ്ച സനാതന സത്യമൊന്നേ ഹരി നാരായണ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ.
ഇതാണ് ദ്വാരക. അതിപാവനധാമങ്ങളായി അറിയപ്പെടുന്ന ചതുർധാമങ്ങളിൽ 4-ാമത്തേതും 7 മോക്ഷദായികളായ പുരികളിൽ 6-ാമത്തേതുമാണ് ദ്വാരക. ഓഖ തുറമുഖത്തു നിന്നും 30 കിലോമീറ്റർ ഇപ്പുറമാണ് ദ്വാരക സ്റ്റേഷൻ. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെ ഗോമതി തീരത്താണ് പ്രധാന കൃഷ്ണക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിന് പിന്നിൽ തെക്കു പടിഞ്ഞാറായി വലിയ ആഴമേറിയ തോടുണ്ട്. ഇതിൽ സമുദ്രജലം നിറഞ്ഞിരിക്കും. ഇത് ഗോമതി നദിയാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ സംഗമഘട്ടം, നാരായണഘട്ടം, വസുദേവഘട്ടം, ഗവുഘട്ടം, സർക്കാരിഘട്ടം എന്നിങ്ങനെ തുടങ്ങി 9 ഘട്ടങ്ങളുണ്ട്. സംഗമഘട്ടത്തിൽ സംഗമനാരായണൻ്റെയും വസുദേവഘട്ടത്തിൽ ഹനുമാന്റെയും നരസിംഹത്തിൻ്റെയും ക്ഷേത്രങ്ങൾ കാണാം. ഗോമതിയിൽ സർക്കാരി ഘട്ടത്തിന് സമീപമാണ് നിഷ്പാപ സരോവരം. ആദ്യം ഈ സരസിലാണ് സ്നാനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് മധുരജലമുള്ള 5 കിണറുകളുണ്ട്. ഈ 5 കിണറുകളിലെയും വെള്ളത്തിന് 5 വ്യത്യസ്ത രുചികളാണുള്ളത്. ഇതാണ് ദ്വാരകയിലെ പ്രധാന കൃഷ്ണക്ഷേത്രം. ദ്വാരകാധീശ ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു. 7 നിലകളുള്ളതാണ് ഈ ക്ഷേത്രം. 4 വശവും കോട്ടയുണ്ട്. ഈ ക്ഷേത്രത്തിലെ ധ്വജം ഭാരതത്തിലെ ക്ഷേത്രധ്വജങ്ങളിൽ ഏറ്റവും ഉന്നതമായതാണ്. പ്രധാന ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ചതുർഭുജ വിഗ്രഹമാണുള്ളത്. ശ്രീകൃഷ്ണനെ രണഛോടുരായി എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് പ്രദ്യുമ്ന ക്ഷേത്രവുമുണ്ട്. അടുത്തുതന്നെ അനിരുദ്ധൻ്റെ മൂർത്തിയും കാണാം. സഭാമണ്ഡപത്തിൽ ബാലദേവ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് ത്രിവിക്രമക്ഷേത്രം നിൽക്കുന്നു. അവിടെ മഹാബലിയുടെയും സനകാദികളുടെയും ഗരുഡൻ്റെയും വിഗ്രഹമുണ്ട്. ക്ഷേത്രത്തിന് മുകളിൽ 4-ാം നിലയിൽ അംബാ വിഗ്രഹം കാണാം. വടക്ക് മോക്ഷദ്വാരത്തിനു സമീപം കുശേശ്വരം എന്ന ശിവക്ഷേത്രമുണ്ട്. കൃതയുഗത്തിൽ രൈവത മഹാരാജാവ് ഇവിടെ ദർഭ വിരിച്ച് യാഗം നടത്തി. തന്നിമിത്തം ഈ സ്ഥലത്തിന് കുശസ്ഥലി എന്ന് പേർ സിദ്ധിച്ചു. കുറച്ചുകാലത്തിന് ശേഷം കുശൻ എന്നു പേരായ ഒരു ദാനവൻ വലിയ ഉപദ്രവിയായി ഉണ്ടായി. അവനെ നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ സുതലത്തിൽ പോയി മഹാബലിയോട് പറഞ്ഞിട്ട് ത്രിവിക്രമനായ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്നു. ആയുധങ്ങൾ കൊണ്ട് ദാനവനെ കൊല്ലാൻ സാധ്യമല്ലാതായപ്പോൾ ഭഗവാൻ അവനെ ഭൂമിയിൽ കുഴിച്ചിട്ട് അതിനു മുകളിൽ അവൻ്റെ ഉപാസനാമൂർത്തിയായ കുശേശ്വരൻ്റെ ലിംഗം പ്രതിഷ്ഠിച്ചു. അനന്തരം ഭഗവാൻ അവന് വരം കൊടുത്തു. ദ്വാരകയിൽ വന്നിട്ട് കുശേശ്വരനെ ദർശിക്കാത്തവരുടെ പുണ്യത്തിൽ പകുതി അയാൾക്ക് ലഭിക്കുമെന്ന്. അതിനാൽ കുശേശ്വര ദർശനം നടത്താതെ ദ്വാരകായാത്ര പൂർണ്ണമാകുന്നില്ല.